മൂന്നാർ പള്ളിവാസൽ റിസോർട്ട് മുറിയിൽ മോഷണം നടത്തി മുങ്ങിയ രാജസ്ഥാൻ സ്വദേശിയെ തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാർ പോലീസ് പിടികൂടി. രാജസ്ഥാനിലെ കോട്ട ജില്ലയിലുള്ള വിജയനഗർ സ്വദേശി അജയ് രവീന്ദ്രനാണ് പിടിയിലായത്. മൊബൈൽ ഫോണും CCTVയും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാവ് കുടുങ്ങിയത്. തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നാണ് മൂന്നാർ പോലീസ് രാജസ്ഥാൻ സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാവിലെ പള്ളിവാസൽ മൂലക്കടയിലുള്ള റിസോർട്ടിലെ റൂമിലാണ് മോഷണം നടന്നത്. ഡിണ്ടിഗൽ സ്വദേശി ജാഫർ സാദിഖിന്റെ ലാപ്ടോപ്പ്, ഐഫോൺ, ATM കാർഡുകൾ, വില കൂടിയ വാച്ച് എന്നിവ മോഷണം പോയി. പുറത്തുപോയി മടങ്ങിയെത്തിയപ്പോഴാണ് ജാഫർ സാദിഖ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് മൂന്നാർ പോലീസിന് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോണും CCTVയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ഈ അന്വേഷണമാണ് രാജസ്ഥാൻ സ്വദേശിയിലെത്തിയത്. ജാഫർ പുറത്തുപോയ സമയം നോക്കി ഇയാളുടെ റൂമിൽ കയറി ഇയാളുടെ റൂമിന്റെ ലോക്ക് പൊളിച്ച് അതിൽ നിന്ന് സൂക്ഷിച്ചിരുന്ന ലാപ്ടോപ്പ്, മറ്റ് വിലപിടിപ്പുള്ള കുറേ സാധനങ്ങൾ ഉൾപ്പെടെ മോഷണം ചെയ്തെടുത്തിട്ടുള്ളതും ആയതുമായിട്ട് പുള്ളി കടന്നുകളയുകയാണ്. മോഷണശേഷം കടന്നുകളഞ്ഞ അജയ് രവീന്ദ്ര ATM കാർഡുകൾ ഉപയോഗിച്ച് 1,81,000 രൂപ പിൻവലിച്ചിരുന്നു. ഡിണ്ടിഗൽ സ്വദേശിയുമായി അജയ് ചങ്ങാത്തം കൂടുകയും ATM പിൻ നമ്പർ അടക്കം മനസ്സിലാക്കി വെക്കുകയും ചെയ്തിരുന്നു. പരാതി ലഭിച്ച ഉടൻ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇതേ റിസോർട്ടിലെ മറ്റൊരു മുറിയിൽ തനിച്ചു താമസിച്ചിരുന്ന യുവാവാണ് മോഷണം നടത്തിയതെന്ന് തിരിച്ചറിഞ്ഞു. 6 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ജാഫർ സാദിഖിനുണ്ടായത്. രാജസ്ഥാൻ സ്വദേശി അജയ് രവീന്ദ്രനെ കോടതി റിമാൻഡ് ചെയ്തു. മൂന്നാർ SHO വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മോഷ്ടാവിനെ പിടികൂടിയത്. അജയ് രവീന്ദ്രൻ മോഷ്ടിച്ച തുക ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ചെന്നാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ന്യൂസ് മലയാളം, ഇടുക്കി.